ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സൈ ലേണിംഗ്. ഇറ്റ്സ് മീ ആനസുദ്ദീൻ നിസാർ. മക്കളെ എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. യെസ്, ക്രാക്ക് NCERT. നമുക്ക് NCERT എന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് SCERT ആണ്. എങ്കിലും ആ SCERT ടെക്സ്റ്റ് ബുക്കിൽ തന്നെ വളരെ ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലേ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, what are the different phases in programming? Phase in program മക്കളെയൊക്കെയാണ് problem identification, preparing algorithms and flowchart, coding the program using programming language, translation, debugging, execution testing, documentation. കേട്ടോ, ഇത് ലിസ്റ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മിസ്സാക്കി കൂടാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ കൂടി കേട്ടോ, ലിസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പ്ലനേഷൻ പഠിച്ചിരിക്കണം. നെക്സ്റ്റ്, റൺ അൽഗോരിതത്തിന്റെ പ്രിന്റ് നമ്പേഴ്സ് അപ് ടു 100 ഇൻ റിവേഴ്സ് ഓർഡർ. റിവേഴ്സ് ഓർഡറിലാണെങ്കിൽ 100 തൊട്ട് എന്താ മക്കളെ പ്രിന്റ് ചെയ്യാൻ, 100 തൊട്ട് റിവേഴ്സ് ഇട്ട് 100 തൊട്ട് റിവേഴ്സ് പ്രിന്റ് ചെയ്യാം. ഓക്കെ, ആദ്യം 100, പിന്നെ എന്താ മക്കളെ, പിന്നെ ആണെങ്കിൽ 950 അങ്ങനെ പ്രിന്റ് ചെയ്യാം കേട്ടോ. യെസ്, നോക്കാം. എന്നിന്റെ വാല്യൂ 100 സ്റ്റാർട്ട് ചെയ്തു, ദെൻ n എടുത്താൽ നമ്മളെ 0 ആയിരിക്കണം. കണ്ടീഷൻ കൊടുത്തല്ലേ, എന്നിന്റെ വാല്യൂ 100 സ്റ്റാർട്ട് ചെയ്തു, n എടുത്താൽ 0 ആയിരിക്കണം. ദെൻ പ്രിന്റ് എന്നിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു, ദെൻ n = n-1. എന്നിന്റെ വാല്യൂ മക്കളെ 1 കുറഞ്ഞ് വന്നിടാ, 1 കുറഞ്ഞ് വന്നല്ലേ. അപ്പൊ 1 കുറഞ്ഞ് വരും, അങ്ങനെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതായിരിക്കും അൽഗോരിതം കേട്ടോ. ഓക്കെ, അതായത് എന്നിന്റെ വാല്യൂ 1 തുടങ്ങി എന്നിന്റെ വാല്യൂ എവിടെ അവസാനിക്കടാ, n-0. n-0 എന്ന് പറഞ്ഞാൽ എന്റെ വാല്യൂ ഒരിക്കലും 0 ആകാൻ പാടില്ല. 0 വരുന്ന എന്തുവാ, 1 വരെ വരാൻ പാടില്ല. 1, 2, 0 വരുന്ന പറയാം 1, 2, -1, -2 കേട്ടോ. -1, -2 എന്ന് പറയാൻ 1നേക്കാളും ചെറുതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പിക്ക് ഔട്ട് ഓഡ് 1 ആൻഡ് ഗീവ് എ റീസൺ യു ആർ ഫൈൻഡിങ്. മക്കളെ ഇതിനകത്ത് ഓഡ് 1 എന്തുവാടാ, ഓഡ് 1 എന്ന് പറയുന്നതാണ്. ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ പറഞ്ഞ റോംബസ് ആയിരിക്കും ഇല്ലേ. റോംബസ് കാര്യം എന്താ മക്കളെ, റോംബസ് ഈ പറഞ്ഞ മറ്റുള്ളതിനൊക്കെ എന്താ മക്കളെ, ഈ പറഞ്ഞ സ്ക്വയർ ബ്രാക്കറ്റിനും ഈ പറഞ്ഞിട്ടുള്ള കേളി എന്താണ് ഈ പറഞ്ഞ എന്താണ് ഈ പാരലോഗ്രാമിനൊക്കെ എന്താ മക്കളെ, ഒരു എക്സിറ്റ്, ഒരു ഓൺലി 1 എൻട്രി ഫ്ലോ എന്താ മക്കളെ, അതായത് ഒരു എൻട്രി ഫ്ലോയും ഒരു എക്സിറ്റ് ഫ്ലോയും ഉള്ളു. പക്ഷെ എന്തുവാണ്, ഈ റോംബസിനാണെങ്കിൽ ഒരു എൻട്രി ഫ്ലോയും 2 എക്സിറ്റ് ഫ്ലോസും കാണും. 2 എക്സിറ്റ് ഫ്ലോസും കാണും കേട്ടോ. അപ്പൊ ഒരു എൻട്രി ഫ്ലോസും കാണും, 2 എക്സിറ്റ് ഫ്ലോസും കാണും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് പറയാൻ ഒരു. നെക്സ്റ്റ്, ഡ്രോ എ ഫ്ലോ ചാർട്ട് ടു ഫോർ ഫോളോയിങ് അൽഗോരിതം. ഈ അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കുക. സ്റ്റാർട്ട് ഇൻപുട്ട് ABC, AC = A + B + C, AVG = X/3. ദെൻ പ്രിന്റ് S, AVG എന്ത് വരികൂടാ. ഇതിനെ സ്റ്റാർട്ടിന് ഉപയോഗിക്കുന്ന സ്റ്റെപ്പ് എന്തുവാടാ, സ്റ്റാർട്ടിന് ഉപയോഗിക്കുകയാണെങ്കിൽ എലിപ്സ് ആയിരിക്കും. ദെൻ ഇൻപുട്ട് ABC ഏതാ മക്കളെ, ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സിമ്പിൾ എന്തുവാടാ, പാരലോഗ്രാം ആണ്. S = A + B + C. ദെൻ IVG = sum/3. പ്രിന്റ് S, AVG. എന്താ പ്രിന്റ് ആകുമ്പോൾ എന്തുവാടാ, അത് പാരലോഗ്രാം ആയിരിക്കും. ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും യൂസ് ചെയ്യുന്നത് പാരലോഗ്രാം ആയിരിക്കും അല്ലെ. നെക്സ്റ്റ്, സ്റ്റോപ്പ് കൊടുത്തു. സ്റ്റാർട്ടിനും സ്റ്റോപ്പിനും യൂസ് ചെയ്യുന്നത് മക്കളെ അത് എലിപ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, draw a given number is draw a flow chart to check whether number is negative, positive, or 0. ഓക്കെ, ഇവിടെ നോക്കാം. സ്റ്റാർട്ട് ഇൻപുട്ട് n കൊടുത്തു, എന്നിട്ട് ഇഫ് n-0 എന്തിരിക്കണം, നമ്പർ പോസിറ്റീവ് ആയിരിക്കും. ഇഫ് n-0 കേട്ടോ. വരച്ചപ്പോൾ തെറ്റിപ്പോയി, എനിക്ക് വരയ്ക്കാൻ പെട്ടെന്ന് വരച്ചാൽ കിട്ടിയ കേട്ടോ. വേഗത്തിൽ ഒരു വരച്ചു n-0 കേട്ടോ. n-0 എന്നിരിക്കണം പ്രിന്റ് നെഗറ്റീവ്. എന്നിന്റെ വാല്യൂ 0-നേക്കാളും ചെറുതാണ് തരിക, നെഗറ്റീവ് ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇതൊന്നും അല്ലെങ്കിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് എന്നത് 0 ആയിരിക്കും അല്ലേ. ഞാൻ സ്റ്റോപ്പ് കൊടുക്കാം. നെക്സ്റ്റ്, യൂസ് എ പ്രോപ്പർ സിമ്പിൾ ടു കംപ്ലീറ്റ് ഫ്ലോ ചാർട്ട് ഗിവൺ ബിലോ. മക്കളെ ഇവിടെ ഇതൊരു ഫ്ലോ ചാർട്ട് എന്നിട്ട് ചോദിക്കും. ഇതിന്റെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്, ഒരിക്കലും മിസ്സാക്കല്ല കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് നോക്കാം. ഇൻപുട്ട് H1, H2 അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ഈസ് H1 എടുത്താൽ H2 ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എന്ത് വരികട, ട്രൂ ആണെങ്കിൽ എന്ത് വരികട, പ്രിന്റ് H2. അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ തരികട, ഫോൾസ് ആണെങ്കിൽ പ്രിന്റ് H1. സ്റ്റോപ്പ് ആണെങ്കിൽ തരികട, ദെൻ അവിടുന്ന് കണക്ട് ചെയ്യല്ലേ. യെസ്, അപ്പൊ ഇങ്ങനെയാണ് വരയ്ക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം കേട്ടോ.
ഡ്രോ എ ഫ്ലോ ചാർട്ട് ഫോർ ദി ഫോളോയിങ് അൽഗോരിതം. നമ്മൾ ഈ ഒരു അൽഗോരിതത്തിന്റെ ഫ്ലോ ചാർട്ട് വരയ്ക്കില്ലേ? ഓക്കെ, ഇപ്പൊ സ്റ്റെപ്പ് വേണ്ടതോടെ സ്റ്റാർട്ട് ഇല്ലേ? സ്റ്റെപ്പ് 2 നമ്മൾ n = 1, n = 1, നടുക്ക് ഒരു ഈക്വൽറ്റി വന്നല്ലേ? നടുക്ക് ഒരു ഈക്വൽറ്റി വന്നാൽ എന്താ നമ്മളത് റെക്ടാങ്കിൾ ആയിരിക്കും അല്ലേ? ഇപ്പൊ n = 1. നെക്സ്റ്റ് പ്രിന്റ് n ആകുമ്പോൾ അതോടെ പ്രിന്റ് n ആകുമ്പോൾ അത് പാരലോഗ്രാം ആണ് അല്ലേ? പ്രിന്റ് n. then n = n+1 അല്ലേ? n = n+1. then if n less than or equal to 10 ആണെങ്കിൽ ഈസ് n less than or equal to 10 ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് അല്ലേ? ഞാൻ ചെറുതായിട്ട് വരയ്ക്കുകയാണ് കേട്ടോ. ദെൻ അങ്ങനെയാണെങ്കിൽ ദെൻ ഗോ ടു സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 3 എന്താ നമ്മളെ സ്റ്റെപ്പ് 3 പ്രിന്റ് എന്നിലോട്ട് പോവുക. പ്രിന്റ് എന്നിലോട്ട് തിരിച്ചു പോവുക. ലൂപ്പ് പോലെ അല്ലേ? ലൂപ്പ് തിരിച്ചു പോകുന്നല്ലേ? അപ്പോൾ എന്താണ് ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോകും അല്ലേ? തിരിച്ച് കൺട്രോൾ അങ്ങോട്ട് പോകും. ദെൻ ഫോൾസ് ആണെങ്കിൽ സ്റ്റോപ്പ്. ഫോൾസ് ആണെങ്കിൽ സ്റ്റോപ്പ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഈ ഒരു അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് എങ്കിൽ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുവാണ് when we implement the above algorithm in C++, what will be the output? മക്കളെ, ഈ ഒരു അൽഗോരിതം ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്പുട്ട് C++ൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? നമുക്ക് ഒന്നുമില്ല മക്കളെ. ഇവിടെ എന്താണ് എന്നിന്റെ വാല്യൂ 1 പ്രിന്റ് ചെയ്തു. ദെൻ പ്രിന്റ് എന്ന് പ്രിന്റ് ചെയ്ത് n = n+1 എന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. എത്രയാണ്? 2 ആയി. 2 10നേക്കാളും ചെറുതാണെങ്കിൽ 2 10നേക്കാളും ചെറുതാണെങ്കിൽ എങ്ങോട്ട് കൂടാ? പ്രിന്റ് എന്നിലോട്ട് പോയില്ല. അപ്പൊ 2 പ്രിന്റ് ചെയ്തു. അങ്ങനെ എവിടെ വരെ പ്രിന്റ് ചെയ്യുമ്പോൾ n, അപ്പൊ എന്നിന്റെ വാല്യൂ 1 വെച്ച് ഇൻക്രിമെന്റ് ചെയ്യില്ല. അപ്പൊ 1 2 3 4 5 6 7 8 9 10. ഓക്കെ, ഓക്കെ, സെറ്റ് അല്ലേ? യെസ്. ഓക്കെ. ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ബിറ്റ്വീൻ ലോജിക്കൽ എറർ ആൻഡ് സിൻടാക്സ് എറർ. എന്താണ് ലോജിക്കൽ എററും സിൻടാക്സ് എററും ഡിഫറൻസ്? സിൻടാക്സ് എറർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ പ്രോഗ്രാമൽ ലാംഗ്വേജിന്റെ സിൻടാക്സ് അല്ലെങ്കിൽ റൂൾസ് ഫോളോ ചെയ്യാതെ വരുമ്പോൾ എറേഴ്സ് നമ്മളെ സിൻടാക്സ് എറേഴ്സ്. എന്താണ് ലോജിക്കൽ എറർ എന്ന് പറയുന്നത്? ഇംപ്രോപ്പർ പ്ലാനിങ് ഓഫ് പ്രോഗ്രാം ലോജിക്കിൽ ഉണ്ടാകുന്ന ഇംപ്രോപ്പർ പ്ലാനിങ് ആണ് മക്കളെ എന്ത്? ലോജിക്കൽ എറർ അല്ലേ? അത് ഓർത്തിരിക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. യെസ്. നെക്സ്റ്റ് ഇതിനകത്ത് മക്കളെ ഇൻകറക്റ്റ് ആയിട്ടുള്ള എന്തുവാടാ? സിൻടാക്സ് എറേഴ്സ് ഒക്കേഴ്സ് ഡ്യൂ ടു വയലേഷൻ ഓഫ് റൂൾസ് ഇൻ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. സിൻടാക്സ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ റൂൾസ് ഫോളോ ചെയ്യാൻ ഉള്ള എറേഴ്സ് അല്ലോടാ സിൻടാക്സ് എറേഴ്സ്. അപ്പോൾ കറക്റ്റ് ആണ്. ദെൻ ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ ഈസ് എൻ എക്സാമ്പിൾ ഓഫ് സിൻടാക്സ് എറർ. ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ എക്സാമ്പിൾ സിൻടാക്സ് എറർ. ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നതായിരിക്കടാ എന്തെങ്കിലും സെമിക്കോളനോ എന്തെങ്കിലും ഇടാൻ വരുമ്പോൾ എറേഴ്സ് അല്ലേ? അതാണ് ഇൻകറക്റ്റ് പങ്ക്ച്വേഷൻ കേട്ടോ. അപ്പൊ അത് സിൻടാക്സ് എറർ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ലാംഗ്വേജ് പ്രോസസ് ഡിറ്റക്ട് സിൻടാക്സ് എറർ ഡ്യൂറിങ് ട്രാൻസ്ലേഷൻ. കാരണം നമ്മുടെ ലാംഗ്വേജ് പ്രൊസസ്സറാണ് നമ്മളെ കമ്പൈലർ അല്ലേ? കമ്പൈലർ എന്ന് പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്യല്ലേ. നെക്സ്റ്റ് ലാംഗ്വേജ് പ്രോസസ് ട്രാൻസ്ലേറ്റ് സോഴ്സ് കോഡ് ഇൻ മെഷീൻ കോഡ് ഈവൻ ഇഫ് സിൻടാക്സ് റെപ്രസെന്റ് ദ പ്രോഗ്രാം. അപ്പൊ ലാസ്റ്റ് പറയുന്ന പോയിന്റ് നടക്കണം. നമുക്ക് ഈ ലാംഗ്വേജ് പ്രൊസസ്സർ ആണെങ്കിൽ ഈ പറഞ്ഞ സോഴ്സ് കോഡിനെ മെഷീൻ കോഡോട്ട് മാറ്റും. ഓക്കെ, അതായത് സിൻടാക്സ് എറർ ഉണ്ടെങ്കിലും ഈ സോഴ്സ് കോഡിനെ മെഷീൻ കോഡോട്ട് മാറ്റും എന്നാണ് പറയുന്നത്. മാറ്റുമോ മക്കളെ? ഇല്ല. സിൻടാക്സ് എറേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റൂൾസ് അവിടെ ഫോളോ ചെയ്യത്തില്ല, അല്ലെങ്കിൽ സിൻടാക്സ് അവിടെ തെറ്റാണെങ്കിൽ എന്നാണ് ഒരിക്കലും മെഷീൻ കോഡോട്ട് അത് മാറ്റത്തില്ല. സിൻടാക്സ് എറേഴ്സ് അല്ലെങ്കിൽ എല്ലാ തെറ്റുകളും തിരുത്തിയതിനു ശേഷം മാത്രമേ എങ്ങോട്ട് മാറ്റത്തുള്ളൂ? മെഷീൻ കോഡോട്ട് മാറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് മക്കളെ എന്ത് തെറ്റായിട്ടുള്ള കേട്ടോ. യെസ്. ഓക്കെ. യെസ്. ഓക്കെ. ഇവിടെ നെക്സ്റ്റ് അടുത്ത ചാപ്റ്ററിലോട്ട് വരികയാണ്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ചെക്ക് വെദർ എ നമ്പർ ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം ആണ് കേട്ടോ. ഇവിടെ ഫസ്റ്റ് പറയുകയാണ് ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസ് നെസ്പെസിഫൈഡ് ഇന്റ് മെയിൻ അല്ലേ? ഇന്റ് മെയിൻ കൊടുത്തു. അവിടെ ഇൻഡ് n നമ്പർ ഡിജിറ്റ് റിവേഴ്സ് =0. അവിടെ റിവേഴ്സിന്റെ വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മളൊരു പോസിറ്റീവ് നമ്പർ അവിടെ ഇൻപുട്ട് കൊടുത്തു. ആ നമ്പർ തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും നമ്മൾ 1 2 1 എന്ന് എഴുതുവാണ്. അപ്പം 1 2 1 തിരിച്ചു പറഞ്ഞു അല്ലേ? തിരിച്ചെഴുതിയാലും മറിച്ചെഴുതിയാലും എന്താണ് ഒരുപോലെ പറഞ്ഞു അല്ലേ?
അപ്പോൾ അത് നമ്പർ ഇൻപുട്ട് കൊടുത്തു, ആ നമ്പറിനെ എങ്ങോട്ട് സ്റ്റോർ ചെയ്തു, എന്നിലോട്ട് സ്റ്റോർ ചെയ്തു. എന്നിട്ട് മക്കൾ എന്താണ് ആ ഡിജിറ്റിന് നം മോഡുലസ് 10 കണ്ടു. ഇപ്പോൾ ഒരു നമ്പറിന് നം മോഡുലസ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിമൈൻഡർ കണ്ടുപിടിച്ചു, ദെൻ അത് ഡിജിറ്റ് സ്റ്റോർ ചെയ്തു. ഓക്കെ, എന്നിട്ട് ആ നമ്മുടെ എന്താണ് റിവേഴ്സ് മക്കളെ, ആ റിവേഴ്സ് 0 + 0 × 10. ഓക്കെ, റിവേഴ്സിന്റെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും കേട്ടോ. അപ്പൊ എന്താ മക്കളെ 0 × 10 ഇൻക്രിമെന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ 0 × 10 പ്ലസ് ആ ഡിജിറ്റ് അത് കൂട്ടി വെച്ചു. ദെൻ നം ഡിവൈഡഡ് ബൈ 10. ആ നം ഡിവൈഡഡ് ബൈ എന്താണ് നമ്മൾ നമ്പർ ഇൻപുട്ട് കൊടുത്തത്, അതിനെ 10 കൊണ്ട് ഹരിക്കും. എന്നിട്ട് ആ നമ്പർ 0 അല്ല എങ്കിൽ എന്ത് വരികട, റിവേഴ്സ് ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ പറഞ്ഞ എന്നിന്റെ വാല്യൂം റിവേഴ്സിന്റെ വാല്യൂം ഈക്വൽ ആണ്. ദെൻ എങ്കിൽ അടുത്ത 0 ആണെങ്കിൽ വരികട നമ്പർ പാലിൻഡ്രോം ആയിരിക്കും. അല്ല, എന്നിന്റെ വാല്യൂം റിവേഴ്സിന്റെ വാല്യൂം ഈക്വൽ അല്ല, എന്നിന്റെ വാല്യൂ 0-നേക്കാളും വലുതല്ല എങ്കിൽ തരികട നമ്പർ പാലിൻഡ്രോം അല്ലായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് മക്കൾ എന്ത് ഈ പറഞ്ഞ പാലിൻഡ്രോം അല്ലെങ്കിൽ അല്ലോ ചെക്ക് ചെയ്ത പ്രോഗ്രാം. വളരെ ഇമ്പോർട്ടന്റ് പ്രോഗ്രാം ആണ്, ഒരിക്കലും മിസ്സാക്കല്ല്. ഓക്കെ, യെസ്. നെക്സ്റ്റ് പ്രിന്റ് ഹാഫ് പിരമിഡ് യൂസിങ് നമ്പേഴ്സ്. നമ്മൾ ഈ പറഞ്ഞ നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ഹാഫ് പിരമിഡ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം റൈറ്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാം കേട്ടോ. 1 1 2 1 2 3 അല്ലേ. അപ്പോൾ ഇവിടെ ഒക്കെ നമുക്കിവിടെ കോൺസെപ്റ്റ് പറയേണ്ടത് നെസ്റ്റഡ് ലൂപ്പ് ആണ്. നമ്മൾ ഹാഷിനുള്ള IOString കൊടുത്തു, യൂസ് നെസെസിറ്റി കൊടുത്തു, ഇൻഡിമെയിൻ കൊടുത്തു, ഇൻഡി റോസ് കൊടുത്തു കേട്ടോ. ഫസ്റ്റ് നോക്കാം എൻ്റർ ദി നമ്പർ ഓഫ് റോസ്. നമ്മളെ എത്ര നമ്പർ ഓഫ് റോസ് വേണം നമ്മൾ ഇവിടെ നോക്കാം. 1 അല്ലേ, 1 2 3 4 5 റോസ്. അവിടെ നമ്പർ ഓഫ് റോസ് 5 കൊടുത്തു. അപ്പൊ ഇവിടെ ഫസ്റ്റ് ലൂപ്പ് കൊടുത്തേക്കുന്നുണ്ടോ, ഫസ്റ്റ് ലൂപ്പ് കൊടുത്തേക്ക് നോക്കാം. 4 × i = 1, i <= റോസ് ++ i അല്ലേ. അപ്പൊ ഇവിടെ നോക്കാം ഐയുടെ വാല്യൂ 1 തുടങ്ങി, i <= റോസ്. ആ റോസ് എന്ന് പറഞ്ഞാൽ 5 റോസ് വരെ ആകുള്ളൂ, അതിനപ്പുറം പറ്റത്തില്ല അല്ലേ, കാരണം അത് 5 റോസ് മതിയല്ലോ. ഓക്കെ, അപ്പൊ ഇതിനെ ഈ ലൂപ്പിനെ എന്ത് വിളിക്കട, ഈ ലൂപ്പിനെ വിളിക്കാം ഔട്ടർ ലൂപ്പ് എന്ന് വിളിക്കാം. ഈ ലൂപ്പിനെ എന്ത് വിളിക്കാം, ഇന്നർ ലൂപ്പ് എന്ന് വിളിക്കാം അല്ലെ, ഇന്നർ ലൂപ്പ് എന്ന് വിളിക്കാം. ഇത് ഔട്ടർ ലൂപ്പും ഇത് ഇന്നർ ലൂപ്പ് അല്ലേ. അപ്പൊ ഔട്ടർ ലൂപ്പിലെ എങ്ങനെയാണ് ഔട്ടർ ലൂപ്പ് ഇന്നർ ലൂപ്പ് വർക്കിംഗ് എങ്ങനെയാണ്, ഔട്ടർ ലൂപ്പിലെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇന്നർ ലൂപ്പിലോട്ട് വരും, ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഔട്ടറിലോട്ട് വരത്തുള്ളൂ. അതാണ് കണ്ടീഷന്റെ ഏറ്റവും വലിയ കാര്യം കേട്ടോ, ഔട്ടർ ലൂപ്പിന്റെ നെക്സ്റ്റ് ലൂപ്പിന്റെ കാര്യം. അപ്പൊ ഇത് നെക്സ്റ്റ് ലൂപ്പ് കേട്ടോ. ഇവിടെ ഒക്കെ നമുക്ക് ജസ്റ്റ് വർക്കിംഗ് ചെയ്ത് നോക്കാം. അങ്ങനെ 2 സ്റ്റെപ്പ് ചെയ്ത് നോക്കാം നമുക്ക്. ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയാണ്, ഐയുടെ വാല്യൂ 1 ആണ്. ഐയുടെ വാല്യൂ 1 ആണ്. 1 റോസ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ റോസിന്റെ വാല്യൂ 5 ആണ് അല്ലേ. അപ്പൊ 1 5-നേക്കാളും ചെറുതാണ്, നമ്മൾ 1 5-നേക്കാളും ചെറുതാണ്. 1 5-നേക്കാളും ചെറുതാണല്ലോ, യെസ് 1 5-നേക്കാളും ചെറുതാണ്. ദെൻ എങ്ങോട്ട് വരും, അടുത്ത ഇന്നർ ലൂപ്പിലോട്ട് വരും. ഇപ്പൊ ഐയുടെ വാല്യൂ 1 ആണ്. ദെൻ ജെയുടെ വാല്യൂ 1ലോട്ട് വരും. അപ്പൊ ജെയുടെ വാല്യൂ 1 ആണ് അല്ലേ. ദെൻ ജെ <= i. ജെയുടെ വാല്യൂ എത്ര, 1 ആണ്. ഐയുടെ വാല്യൂ എത്ര, 1 ആണ്. 1 1-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആണല്ലേ, 1 1 ഈക്വൽ ആണല്ലോ, ആണ്. ദെൻ COT j 1 പ്രിന്റ് ചെയ്തു, 1 പ്രിന്റ് ചെയ്തിട്ടോ. ദെൻ /n വർക്ക് ചെയ്യും. /n വർക്ക് ചെയ്തിട്ട് നമ്മളെ അല്ല അത് അതിന് മുന്നേ ഇതിലോട്ട് കേട്ടോ. ദെൻ എങ്ങോട്ട് നമുക്ക് J++ലോട്ട് പോകും. ജെയുടെ വാല്യൂ എത്ര, ജെയുടെ വാല്യൂ 2 ആവും. ജെയുടെ വാല്യൂ 2 ആയിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. J <= i. ഇപ്പോഴും ഐയുടെ വാല്യൂ 1 കിടക്കുകയാണ് അല്ലേ. അപ്പൊ J <= i എന്ന് പറയും 2 1-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആണ് മക്കളെ. 2 1-നേക്കാളും ചെറുതുമല്ല ഈക്വലും അല്ല, കണ്ടീഷൻ ഫോൾസ് ആണ്. അപ്പോൾ ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ തെറ്റായി. അപ്പോൾ കൺട്രോൾ എങ്ങോട്ട് മക്കളെ, ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ തെറ്റാണെങ്കിൽ കൺട്രോൾ എങ്ങോട്ട് മക്കളെ, അതാണ്ട് ഔട്ടർ ലൂപ്പിലോട്ട് പോകും അല്ലേ. ഔട്ടർ ലൂപ്പിൽ എന്താണ്, ++ i ആണല്ലോ, ++ i അല്ലേ, ++ i ആണ്. അപ്പൊ ++ i ആണ്. സോ എന്ത് വരിക, ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് i = i+1 ആവും അല്ലേ. i = i+1 ആവും. ഐയുടെ വാല്യൂ നമ്മളെ ദെൻ 1 + 1 2 ആവും. ദെൻ വീണ്ടും ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് ഐയുടെ വാല്യൂ 2 ആയി. 2 റോസ് 2 5-നേക്കാളും ചെറുതാണോ, 2 5-നേക്കാളും ചെറുതാണെങ്കിൽ മക്കളെ എന്ത് വരിക, എങ്ങോട്ട് വരുവാ, J = 1ലോട്ട് വരവാ, ഇന്നർ ലൂപ്പിലോട്ട് വരും. അപ്പം എന്താണ്, അപ്പോൾ എന്താവും മക്കളെ, അപ്പോൾ എന്താവും, ഐയുടെ വാല്യൂ 2ഉം ജെയുടെ വാല്യൂ 1ഉം നോക്കാം. J <= i. J 1 2-നേക്കാളും ചെറുതാണോ, 1 2-നേക്കാളും ചെറുതാണ്. ജെയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും അടുത്ത ലൈനിൽ കേട്ടോ. ജെയുടെ വാല്യൂ 1 ആണല്ലോ, 1 പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് വീണ്ടും J++ ജെയുടെ വാല്യൂ എത്ര, ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും. ഇൻക്രിമെന്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും മക്കളെ, ഇൻക്രിമെന്റ് ചെയ്തിട്ട് ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ ജെയുടെ വാല്യൂ 2 ആയി. ഇപ്പൊ 2 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ 2 ആണ്. അപ്പൊ 2 2-നേക്കാളും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ, നമുക്ക് 2 2-നേക്കാളും ചെറുതാണ്. 2 ഈക്വൽ ആണ് അല്ലേ, 2 ഈക്വൽ ആണ് അല്ലേ. ദെൻ ജെ പ്രിന്റ് ചെയ്യും. ജെയുടെ വാല്യൂ 2 ആണ്. സെയിം ലൈൻ പ്രിന്റ് ചെയ്തു. ദെൻ അടുത്ത എന്താ നമ്മളെ, വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ്, ജെയുടെ വാല്യൂ 3 ആയി.
3 വീണ്ടും 3 2 ചെറുതാണ്, 3 2 ചെറുതാണ് അല്ലേ? ചെറുതാണോ? അല്ല, ഫോൾസ് ആണ്. ഇതിന് അടുത്ത ഔട്ടർ ലൂപ്പിലോട്ട് പോകും. അപ്പൊ ഇതാണ് അതിന്റെ വർക്കിംഗ്. അപ്പൊ 1 2 1 2 3 അടുത്ത ലൈൻ 1 2 3 1 2 3 4 ഇങ്ങനെ പോയി കേട്ടോ. 1 2 3 4 5 ഇങ്ങനെ പ്രിന്റ് ആയിട്ട് വരും. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാമാണ്, അവിടെ ഒരിക്കലും മിസ്സാക്കില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ ഗോ ടു സ്റ്റേറ്റ്മെന്റ് കോസ് കൺട്രോൾ ഗോസ് ടു. നമ്മുടെ ഗോ ടു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ കൺട്രോൾ എങ്ങോട്ട് വരും? അവിടെ ഓപ്പറേറ്ററിലോട്ടാണ് പോകുന്നത്? അല്ല, ലേബലിലോട്ട്. ഗോ ടു ലേബൽ എന്നല്ലേ കൊടുത്തേ, അപ്പോൾ ലേബലിലോട്ടായിരിക്കും. എന്നിട്ട് ഓർത്തിരിക്കുക. യെസ് 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 യെസ്. ഓക്കെ, നെക്സ്റ്റ് എ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കോസ്റ്റ് ഇൻ എക്സിറ്റ്. നമുക്ക് എന്താണ്? ഇന്നർ മോസ്റ്റ് ലൂപ്പിലാണ് മക്കളെ, ഇന്നർ ലൂപ്പിൽ മോസ്റ്റ് ലൂപ്പിലല്ല മക്കളെ. എന്നായിരിക്കട നമ്മുടെ ലൂപ്പിന്റെ ബ്ലോക്ക് ചെയ്യുന്നതും സ്വിച്ചിന്റെ ബ്ലോക്ക് ചെയ്യുന്നതും ഔട്ട് ആകുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്താ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ്. ഓർത്തിരിക്കുക കേട്ടോ. നമുക്ക് എന്താണ്? വൈൽ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരു ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് എക്സാമ്പിൾ റൈറ്റ് ചെയ്യാം മക്കളെ. ഇവിടെ വെക്കാം. ഞാൻ എന്താണ്? ഹാഷിനുള്ള അത് വിട്ടേക്ക്. ഹാഷിനുള്ള യൂസ് ഇൻഡ് മെയിൻ കൊടുത്തു. ദെൻ ഇൻഡ് i = 1 വൈൽ 1. എന്താണ് നമ്മളെ വൈൽ 1 എന്ന് പറയുമ്പോൾ? വൈൽ 1 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി ലൂപ്പാണ് കേട്ടോ. നമുക്ക് എന്താണ്? ബ്രേക്ക് വർക്ക് ചെയ്യുന്നിടം വരെ അത് ഇൻഫിനിറ്റി ലൂപ്പായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പം ഐയുടെ i mod 0 ആണെങ്കിൽ മാത്രം എന്തുമായിരിക്കും? i mod 0 ആണെങ്കിൽ മാത്രം എന്താ മക്കളെ? അത് ബ്രേക്ക് ചെയ്യും, എന്നിട്ട് ഇത് എക്സിറ്റ് ആയിട്ട് പോകും. അപ്പൊ ഇതാണ് മക്കളെ എന്താണ്? വൈൽ ലൂപ്പ് യൂസിട്ടുള്ള ഒരു ബ്രേക്കിന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്താണ് നമ്മുടെ ഈ പറഞ്ഞ ഒരു ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ ഈ പറഞ്ഞ NCERT ലെവൽ ക്വസ്റ്റ്യൻസ് പറയാം. സോ എല്ലാവരും ഇത് പഠിക്കുക. ഓക്കെ, നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്ക് കമന്റ് രേഖപ്പെടുത്തുക. ഓക്കെ, ബൈ.